ഞാനൊരു സാധനത്തിന് വേണ്ടി നോക്കിയിരിക്കുമായിരുന്നേ. ആമസോണിൽ ഡെലിവറി ചെയ്യാൻ ആ ചേട്ടൻ വന്ന് പോയിട്ടുണ്ട്. സാധനം കിട്ടി. എന്താണെന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ വഴിയേ പറയാം. നമുക്കത് എടുക്കാം. ഇതാണ് സാധനം. കുഞ്ഞ് പാക്കറ്റാ. ഇത് കണ്ടോ, സമയം ഇപ്പോൾ 6 മണി ആയിട്ടേ ഉള്ളേ. പക്ഷെ ഇത് കണ്ടോ, നിങ്ങൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഭയങ്കര ഇരുട്ടായ പോലെ തോന്നുന്നില്ല. പക്ഷേ വൈകുന്നേരം 6 മണി ആയിട്ടുള്ളൂ. ഇതാണ് ഗൈസ് ഞങ്ങളുടെ കാനഡയുടെ അവസ്ഥ. ഓക്കെ വാ. പിന്നെ ഇത് ചെയ്യുന്നതിന് മുമ്പ് നല്ലൊരു ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ എന്തായാലും ചെയ്യാം. ഇതിപ്പോൾ വീട്ടിൽ ഇടുന്ന വേഷമാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇതിപ്പോൾ ഇന്ന് ഡെലിവർ ആയത്. ഇപ്പോൾ എന്താ നമുക്ക് നോക്കാം. വാ. ഫൈനലി ഈ സാധനമായിട്ട് ഞാൻ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിന് മാത്രം പ്രഹസനത്തിൻ്റെ കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര പ്രഹസനത്തിൻ്റെ കാര്യമൊന്നുമില്ല. പക്ഷേ എനിക്കിത് നാട്ടുകാരെ അറിയിച്ച് ചെയ്യണമെന്ന് തോന്നി. കാരണം എന്താണെന്നറിയോ, ഈ സാധനം വാങ്ങിയതിൻ്റെ സന്തോഷം മാത്രമല്ല, ഒരു 98 കിലോ ഉള്ള സമയത്ത് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇനി എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ വണ്ണമൊക്കെ വെച്ച് ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് എല്ലാത്തിൽ നിന്നും ഒതുങ്ങിയുള്ളൊരു ജീവിതം ആയിരിക്കും എനിക്ക് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് മറ്റുള്ളവരെ പോലെ ഒന്നും ഒരുങ്ങി നടക്കാനോ ഒന്നും പറ്റില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്നുള്ള ചിന്തയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഏതോ ഒരു പോയിന്റിൽ വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹിച്ച് വെയിറ്റ് ഇങ്ങനെ ചെറുതായിട്ട് കുറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര ഒരു ആത്മവിശ്വാസമാണ് ഉള്ളിലേക്ക് വന്നത്. ആ സമയത്താണ് ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെ വാങ്ങിയതിൽ ഒരു കാര്യമാണത് ഇപ്പം കാണുന്ന ഈ സാധനം. അപ്പോൾ ഇതെന്താണെന്ന് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. എന്താ, സ്കിൻ കെയർ തന്നെ വളരെ റെയറായിട്ട് ഞാൻ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു 3-4-5 മാസമായിട്ടേ ഉള്ളൂ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ട്. മേക്കപ്പിൻ്റെ കാര്യം പിന്നെ പറയുകയും വേണ്ടല്ലോ. കുറേ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഈ ഒരു കുറച്ച് നാളുകളായിട്ടേ ഉള്ളൂ ഈ കാര്യത്തിലേക്കൊക്കെ എൻ്റെ ഒരു ശ്രദ്ധ വന്നു തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നില്ല, കൺസീലറും പിന്നെ സെറ്റിംഗ് പൗഡറും വെച്ചിട്ടാണ് ഞാൻ ഇത്രയും നാൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ വാങ്ങണതിന് മുമ്പ് ഏത് ഫൗണ്ടേഷൻ വാങ്ങും അങ്ങനെയൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പോഴാണ് യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ടിർട്ടിർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ടിർട്ടിർ മേക്കപ്പ് ഫൗണ്ടേഷൻ മാസ്ക് ഫിറ്റ് റെഡ് ക്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം, ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിത് ആമസോണിൽ ഓർഡർ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂവും പ്ലസ് ഇത് വെച്ചുകൊണ്ടുള്ളൊരു മേക്കപ്പും കൂടി ആയിക്കോട്ടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്ത് പറയണോ? ഓക്കെ, ഞാൻ ഇപ്പം തുറക്കുന്നുള്ളൂ. കമോൺട്രാ. ഹാ നല്ല രസമുണ്ട് പാക്കേജിങ് കാണാൻ, നല്ല രസമുണ്ട്. ഓക്കെ, ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനൊരു വീഡിയോ ചെയ്യണേ. എപ്പോഴും വെയിറ്റ് ലോസ്, എക്സസൈസ്, വെയിറ്റ് ലോസ് ചലഞ്ച് അങ്ങനെയൊക്കെയാണ്. എനിക്കൊരു ഐഡിയ ഇല്ല ഇതെങ്ങനെയാണ് പോകാൻ പോകുന്നതെന്നൊന്നും. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്നും പഠിക്കണം അല്ലേ. തുറക്കണില്ലല്ലോ, എപ്പോഴാ? നോക്കിയേ, നല്ല രസമല്ലേ. ആയി വാ, സൂപ്പർ. ഇനി ഇങ്ങനെ വെച്ചാലല്ലേ നിങ്ങൾക്ക് കാണുള്ളൂ. ഓക്കെ, എനിക്ക് ആ വീഡിയോസിൽ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ അല്ലേ. ഇവിടെയാണെന്ന് തോന്നുന്നു എക്സസ് ആയിട്ടുള്ള ഡാബ് ചെയ്ത് കളയുന്നത്. ഇവിടെ ഒരു ചെറിയ മിറർ വന്നിട്ടുണ്ട്, എനിക്ക് തന്നെ കാണാം. ഓക്കെ, പോയി, കുഴപ്പമില്ല. പിന്നെതാ ഇതിങ്ങനെ പൊളിച്ചിട്ട് ദേ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തായിട്ടാണ് ഫൗണ്ടേഷൻ. കാണാവോ? കുത്തായിട്ടാട്ടോ ഫൗണ്ടേഷൻ ഉള്ളത്. അയ്യോ, ഓക്കെ. അപ്പോൾ ഇത് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് എനിക്കുള്ള കുറച്ച്, ഇപ്പം എൻ്റെ മുഖത്ത് സ്കിൻ കെയർ മാത്രമേ ഉള്ളേ, വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. കംപ്ലീറ്റ്ലി ബെയർ ഫേസാണ്. അപ്പം ഇനി എനിക്ക് തോന്നുന്നു എന്തായിരുന്നു ആദ്യം ഇടുന്നത്, കൺസീലർ. ഈ അണ്ടർ ഐസിൻ്റെ ഇവിടെയുള്ള ഇച്ചിരി ഡാർക്ക്നെസ് ഉണ്ട്, പിന്നെ ഇവിടെ ഇച്ചിരി പിഗ്മെൻറ്റേഷൻ ഈ ഏരിയയിലൊക്കെ ഉള്ളത് നമുക്ക് ചെറുതായിട്ടൊന്ന് കൺസീലർ ചെയ്തിട്ട് മറച്ച് കളയാം. ഓക്കെ, പിന്നെ ഉണ്ടല്ലോ മേക്കപ്പൊക്കെ നമ്മൾ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ്, അതായത് നമ്മുടെ ഫൗണ്ടേഷനും അതുപോലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു സാധനമാണ് സന്തൂർ മമ്മി. എനിക്ക് ഇപ്പോഴും എനിക്കത് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും അതിന് മുന്നേ ഈ സാധനം ഇടും കേട്ടോ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, എനിക്കിത് ഇടാണ്ടിരിക്കാൻ പറ്റില്ല.
അതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, ഇച്ചിരി എടുത്തുള്ളൂ, പക്ഷെ ഭയങ്കര ഒരു ഫീലാ, മണത്തിന് വേണ്ടി മാത്രം. എന്ത് രസമല്ലേ ആ ഒരു മണം. ഇനി നമുക്ക് നമ്മുടെ കൺസീലറിലേക്ക് കടക്കാം. ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന കൺസീലർ എന്ന് പറയുന്നത് റെവ്ലോണിൻ്റെ കളർ സ്റ്റേ സ്കിൻ അവേക്കൻ കഫീൻ പ്ലസ് വൈറ്റമിൻ സി എന്ന് പറയുന്ന ഒരു കൺസീലറാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് കണ്ണിൻ്റെത് അവിടെ കുത്താൻ പറ്റുന്നില്ല, ചെറുതായിട്ട് കണ്ണിൻ്റെ ഇവിടെ അണ്ടർ ഐ ഡാർക്ക്നെസ് ഒക്കെ ഉള്ളവർക്ക് കേട്ടോ, നമ്മുടെ മൗത്ത് ഏരിയ, എനിക്ക് കൂടുതൽ പിഗ്മെൻറ്റേഷനുള്ള ഈ ഏരിയയിലാട്ടോ. എൻ്റെ സ്കിൻ ടോണുമായിട്ട് ഓൾമോസ്റ്റ് മാച്ചായിട്ടുള്ളൊരു കൺസീലറാണ് ഇത്. എല്ലാവരും കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള കൺസീലേഴ്സാണ് യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു കാര്യം കൂടി മറന്നുപോയി, ഇവിടെ ഒരു സാധനമുണ്ട് എനിക്ക്. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, ഇത് ഞാൻ കുറേ നാളുകളായിട്ട് യൂസ് ചെയ്യുന്നത്, എനിക്കിത് ഓക്കെ ആണ് കേട്ടോ. മേക്കപ്പിൻ്റെ ABCD എനിക്കറിയാൻ പാടില്ല, ഞാൻ എനിക്കറിയുന്നത് പോലെയാണ് ചെയ്യുന്നത് കേട്ടോ. സ്പോഞ്ച് ഉണ്ട് എൻ്റെ കയ്യിൽ, പക്ഷെ എനിക്ക് കൈ കൊണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ സ്പോഞ്ച് കൊണ്ട് ചെയ്യുമ്പം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് ഡാബ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാനൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ഒന്നുമല്ല കേട്ടോ ചെയ്യുന്നത്, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ചെയ്യാനൊക്കെ, അതുകൊണ്ട് ഞാനങ്ങ് ചുമ്മാ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ഇന്ന് ആ ടെർട്ടർ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു വീഡിയോയും കൂടി ചെയ്തേക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് ഞാൻ ഡാബ് ചെയ്ത് സിങ്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ചെയ്യുന്നത് ഐബ്രോ ആണ്. ഐബ്രോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ലോറിയലിൻ്റെ ഒരു ബ്രഷാണ്, പെൻസിലല്ല ബ്രഷാണ്. ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ. ഇത് ഇങ്ങനെ ഇരിക്കും, കാണാമോ? ഏതാണ്ടൊരു പകുതിക്ക് ഞാൻ ഇട്ട് തുടങ്ങും. ഫ്രണ്ടിലേക്ക് കൊടുക്കാറില്ല കേട്ടോ, ഫ്രണ്ടിലേക്ക് കൊടുത്താൽ നമ്മുടെ പിള്ളേച്ചൻ ലുക്ക് ഉണ്ടാവും, ഭഗീരഥം പിള്ള. ഓക്കെ, അപ്പോൾ നമ്മൾ ഐബ്രോസും ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ താരം, ഇനിയാണ് നമ്മുടെ താരം. വാൽക്കണ്ണാടി നോക്കി, ഒരു വാൽക്കണ്ണാടി ഉണ്ട് കേട്ടോ ഇതിൽ, ഇത് കണ്ടോ? വാൽക്കണ്ണാടി അല്ല, കൈൻഡ് ഓഫ് കണ്ണാടി. എന്നിട്ട് നമ്മളിങ്ങനെ തുറന്നിട്ട്, എനിക്കൊരു ഐഡിയ ഇല്ല, സത്യമായിട്ട് എനിക്കൊരു ഐഡിയ ഇല്ല, യൂട്യൂബിൽ കണ്ടിട്ടുള്ള സാധനം മാത്രമേ അറിയത്തുള്ളൂ. ചെറുതായിട്ട് എടുത്താൽ മതി എന്ന് എല്ലാവരും പറയുന്നതാണ്. ഞാനിതേ ഇങ്ങനെയാണ് വെച്ചേക്കണം കേട്ടോ. ഒരു വിരലിത് കയറ്റി, ഇച്ചിരി പറ്റണില്ലല്ലോ. ഓ, ഇതെങ്ങനെയാണെന്നറിയോ? നമ്മുടെ സ്റ്റാമ്പില്ലേ, ഈ കൈ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് നമ്മളിങ്ങനെ ഫിംഗർ പ്രിൻറ്റ് ചെയ്യണേ, കൈ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കണേ, ആ സെയിം സാധനത്തിൻ്റെ ഒരു ടെക്സ്ചറാണേ. ഇതിങ്ങനെ ആക്കുമ്പോഴത്തേക്കും അതിങ്ങനെ ഉള്ളോട്ട് വലിയും, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇച്ചിരി ഇതാവുന്നുണ്ട്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു സൈഡ് അതേ കണ്ട, ഒരു സൈഡ് ഞാൻ ചെയ്ത് കാണിക്കാം, എന്നിട്ട് ഈ സൈഡ് ഞാൻ ചുമ്മാ അങ്ങ് വിട്ടേക്കാം കേട്ടോ. ഒരു കാര്യം മറന്നുപോയി, ഇതിൻ്റെ ഷെയ്ഡ് ഏതാണെന്നറിയോ? 34N Pecan. ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്നു ഞാൻ. കൊള്ളാം അല്ലേ? രസമുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടമായി. മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയല്ലേ. കണ്ണിൻ്റെ ആ സൈഡൊക്കെ ഞാനങ്ങ് കവർ ചെയ്ത് വിടുവാണേ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യുമെന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു അവർ. നോക്കട്ടെ, എനിക്കറിയാം ഞാൻ ചെയ്യുന്ന രീതി കറക്റ്റ് ആവണമെന്നില്ല, എനിക്കറിയാം എനിക്കറിയാമെന്ന് പറഞ്ഞാൽ എനിക്കിത് ചെയ്യാൻ അറിയാമെന്നല്ല കേട്ടോ, ഞാൻ ചെയ്യുന്ന രീതി കറക്റ്റല്ല. ഇങ്ങനെയല്ലേ നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. പകുതി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിപ്പം മുഴുവൻ ഞാൻ ചെയ്യുന്നത് തോന്നുന്നു. നല്ല രസമുണ്ട് കേട്ടോ, നല്ല കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. കുറച്ചല്ലേ ഞാൻ എടുത്തിട്ടുള്ളൂ, പക്ഷേ
അത് ഓൾമോസ്റ്റ് എല്ലായിടത്തും ആയി. കണ്ണിന് മുകളിലും കൂടെ ഒരു ഇച്ചിരി ഇട്ടേക്കാം. അയ്യോ, പറയാൻ മറന്നൊരു സാധനമുണ്ട്. ഇതേ ഈ കാണുന്നത് എന്തിനാണെന്നറിയോ? ഇത് നമ്മളിങ്ങനെ ഇവിടെ ആക്കുമ്പം കൂടിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഡാബ് ചെയ്യണം എന്നൊക്കെയാണ് യൂട്യൂബ്സിൽ കാണിക്കണത്. പക്ഷേ ഞാൻ കുറച്ചേ എടുത്തുള്ളായിരുന്നു, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല. നിങ്ങൾക്ക് വ്യത്യാസം അറിയുന്നുണ്ടോ? ഈ സൈഡിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ഈ സൈഡിൽ ഇല്ല. എൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്കിൻ ഷെയ്ഡാണ്, അതായത് 34 ആൻഡ് പീക്കൻ എനിക്ക് ഓക്കെ ആണ് കേട്ടോ. ഇനി ഇത് ഓക്സിഡൈസ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാം. സംഭവം എനിക്കിഷ്ടമായി, കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡും കൂടെ കൊടുക്കാം, കുറച്ച് മതിയല്ലോ. കഴുത്തിൽ എന്തായാലും അപ്ലൈ ചെയ്യണം കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല കഴുത്തിലേക്ക്. എവിടെയെങ്കിലും പോകുമ്പോൾ ചെയ്താൽ മതിയല്ലോ. ഇത് ചുമ്മാ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതുകൊണ്ടാണ് അപ്ലൈ ചെയ്യാത്തത്. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? നല്ല രസമുണ്ട് കേട്ടോ, എനിക്കിഷ്ടമായി. കണ്ടോ, നല്ല കവറേജ് കിട്ടിയിട്ടുണ്ട്. കൺസീലർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു, അത് ഓരോരുത്തരുടെ പിഗ്മെൻറ്റേഷൻ ലെവൽ അനുസരിച്ച് മതിയെന്ന് തോന്നുന്നു. പക്ഷെ എനിക്കിത് ഓക്കെയാണ്, ഇഷ്ടമായി. നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. ഇതൊരു പെയ്ഡ് വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഞാൻ ചുമ്മാ ഇത് എടുത്തിട്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. അല്ല, വെറൈറ്റി അല്ല, എല്ലാവരും ചെയ്യുന്നതാണ്, എന്നാലും പക്ഷെ എനിക്ക് ഇഷ്ടം ഇങ്ങനെയൊക്കെ ചെയ്യാൻ, അതുകൊണ്ട് മാത്രം ചെയ്തതേ ഉള്ളൂ, അല്ലാതെ ഇതൊരു പെയ്ഡ് വീഡിയോ അല്ല. ഓക്കെ, നമ്മൾ ഓൾറെഡി ഐബ്രോ ചെയ്തല്ലോ. പിന്നെ അടുത്തത് വരുന്നത് ഐ ഷാഡോ ആണ്. ഐ ഷാഡോ ഞാൻ യൂസ് ചെയ്യുന്നത് മാക്കിൻ്റെ ഈ ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഇതിൽ ഇത്രയും കളേഴ്സാണുള്ളത്. ഇതിൽ ഞാൻ ഒരൊറ്റ കളറേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതെനിക്ക് ആക്ച്വലി ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ്. അതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരേ ഒരു കളർ എന്ന് പറയുന്നത് ഇതാണ്. അതിടാം, അതിട്ടാലും ഇട്ടു എന്നറിയില്ല, പക്ഷെ എന്നാലും നമുക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഇടുന്നു എന്ന് മാത്രം. ബ്രഷ് യൂസ് ചെയ്യാറില്ല ഞാൻ. ബ്രഷൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണെന്ന് തോന്നുന്നു ചെയ്യേണ്ടത്, പക്ഷേ എനിക്ക് കംഫർട്ട് എപ്പോഴും കൈയാണ്. നമ്മുടെ കൈ വഴങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് ബ്രഷ് യൂസ് ചെയ്യേണ്ട അടുത്ത് ബ്രഷ് യൂസ് ചെയ്യണം കേട്ടോ. അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് ആരും അങ്ങനെ ചെയ്യല്ലേ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് മേക്കപ്പ് ചെയ്യുമ്പോൾ, എന്താണെന്നറിയില്ല. പണ്ട് എനിക്കിതെന്തോ ഒരു ബാധ്യത പോലെയായിരുന്നു. മേക്കപ്പ് ചെയ്ത് എവിടെയെങ്കിലും പോകണമല്ലോ, അല്ല എവിടെയെങ്കിലും പോകണമെങ്കിൽ മേക്കപ്പ് ചെയ്യണമല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ച് പോവും. സ്കിൻ കെയർ, മേക്കപ്പ്, ഇതൊക്കെ എനിക്കൊരു ഭയങ്കര ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ തെറാപ്പി ഫീലാണ്. കുറേ നേരം കണ്ണാടിയിൽ നോക്കിയിരിക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണ്. പണ്ട് കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്താണിത്, നീ എന്താ ഇങ്ങനെ ഇരിക്കണേ, അങ്ങനെയൊക്കെ വിചാരിക്കുമായിരുന്നു. എനിക്ക് എന്നെ അങ്ങനെ കാണാൻ ഇഷ്ടമല്ലായിരുന്നു. എപ്പോഴും ഗ്ലൂമി ആയിട്ട് ഭയങ്കര ഡെസ്പായിട്ട് അങ്ങനെ കാണാൻ എനിക്ക് എന്നെ ഇഷ്ടമല്ല. എപ്പോഴും ചിരിച്ച് ഭയങ്കര പോസിറ്റീവായിട്ട് വൈബ്രൻ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അങ്ങനെ ആവാനാണ് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ണിൻ്റെ പരിപാടി തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇത് ഐലൈനർ. കണ്ണ് എഴുതുക എന്ന് പറയുന്നത് എൻ്റെ അന്നും ഇന്നും ഒരു ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ ചുരമില്ലേ, ചുരത്തിലൂടെയൊക്കെ വണ്ടി ഓടിക്കത്തില്ലേ, അന്നേരം നമുക്ക് കിട്ടുന്ന ഒരു, അതെല്ലാവർക്കും കിട്ടുമോ എനിക്കറിയാൻ പാടില്ല, എൻ്റെ വട്ടാണോ എന്ന് എനിക്കറിയില്ല. ചുരത്തിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഭയങ്കര ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുകയും ചെയ്യണം, പക്ഷേ അത് ആസ്വദിക്കുകയും ചെയ്യാമെന്നുള്ളൊരു സംഭവമില്ലേ, അതാണ് എനിക്ക് ഈ കണ്ണ് എഴുതുന്ന സമയത്ത് വരുന്നത്. ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിൽ നമ്മൾ താഴെ കിടക്കും, പക്ഷേ ശ്രദ്ധിച്ച് വളരെ കെയർഫുള്ളായിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ആ ചുരത്തിൻ്റെ, പ്രത്യേകിച്ച് ഞങ്ങൾ വയനാടും കൂടെ ആയതുകൊണ്ട് നമ്മുടെ താമരശ്ശേരി ചുരം ഉണ്ടല്ലോ, ആ ചുരം കയറുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈബ് ഉണ്ടല്ലോ, എൻ്റെ മോനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പഴശ്ശിരാജ സിനിമയ്ക്കകത്ത് എനിക്ക് ആ വൈബ് കിട്ടാറുണ്ട് ഇപ്പം. ആദിയുഷസന്ധ്യ പൂത്തതിവിടെ, ആഹാ. അപ്പോൾ കണ്ണെഴുതാവേ. കണ്ണെഴുതുമ്പോൾ എനിക്ക് ഇച്ചിരി കണ്ണാടി അടുത്ത് വേണം. കണ്ണാടി ഇവിടെ. കണ്ണെഴുതുമ്പോൾ അറിയാണ്ട് വാ പൊളിഞ്ഞു പോകാറുണ്ടോ? എനിക്ക് പൊളിഞ്ഞു പോകാറുണ്ട്, പക്ഷെ ഞാനിപ്പം ഭയങ്കര കോൺഷ്യസ് ആയിട്ടായിരിക്കണം. വാ പൊളിക്കില്ല ഞാൻ.
ചെറിയൊരു വാലിടാറുണ്ട് കേട്ടോ. വാലിന്നൽ പൂവും വാലിട്ടെഴുതി, അങ്ങനെയാണോന്ന് എനിക്കറിയത്തില്ല, അല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കങ്ങനെ ആക്കിയെടുക്കാം. ഓക്കെ, സെറ്റായിട്ടില്ല, മൊത്തം എഴുതിയിട്ട് ഞാൻ വരാം കേട്ടോ. ഓക്കെ ഓക്കെ, കണ്ണ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ഈ കണ്ണിൻ്റെ അറ്റമില്ലേ, അതിൻ്റെ അവിടെ ഇങ്ങനെ ഒരു സാധനം വരയ്ക്കാറുണ്ട് കേട്ടോ. ഒരുപാട് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകത്തില്ല, പക്ഷേ കണ്ണിൽ കുത്തിപ്പോയി. ഓക്കെ, ഇപ്പം മേളിൽ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഫിനിഷ് ആയിട്ടില്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ഇതേതാണെന്നറിയാവോ? ഫിസിഷ്യൻ ഫോമുലയുടെ ഒരു ഐലൈനറാണ്. ഇനി മസ്കറ. ഇത് ഭയങ്കര ഗെയിം ചേഞ്ചറാണെന്ന് തോന്നുന്നു. നമ്മുടെ ലാഷസ് ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ, ലാഷസ് ഉള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ നല്ലതാണ്, ലാഷസ് ഇല്ലാത്ത ആൾക്കാർക്ക് കുറച്ചും കൂടി ലാഷസ് ഉള്ള പോലെ തോന്നാൻ വേണ്ടിയിട്ട് മസ്കാര ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഞാൻ യൂസ് ചെയ്യുന്ന മാക്കിൻ്റെ ഒരു മസ്കാരയാണ്. ഇതിൽ മസ്കാര ഇട്ടിട്ടുണ്ട്, ഇതിൽ ഇട്ടിട്ടില്ല. വ്യത്യാസമില്ലേ? ഇനി അടുത്ത കണ്ണിലും കൂടെ ഇടാം. എല്ലാവരും വെയിറ്റ് ലോസ് ജേണി കണ്ടിന്യൂ ചെയ്തോണം കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്ക് സ്കിൻ കെയർ വീഡിയോ ഒക്കെ ഇടും, പിന്നെ അതുപോലെ മേക്കപ്പ് വീഡിയോ ഒക്കെ ഇടും. പക്ഷെ നമ്മുടെ വെയിറ്റ് ലോസ് ജേണി അങ്ങനെ തന്നെ പോയിക്കോണേ. അതാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കേ, മസ്കാര ഇടുന്ന സമയത്തല്ലേ നമ്മൾ കൺപീലിനെ ഇങ്ങനെ താലോലിക്കുന്നത്. അല്ലാത്ത സമയത്ത് നമ്മളിങ്ങനെ കൺപീലിനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തലോടി കൊടുക്കത്തൊന്നുമില്ലല്ലോ അല്ലേ. മസ്കാര ഇടുമ്പോൾ ഭയങ്കര അതിനൊരു സന്തോഷമായിരിക്കും ചിലപ്പം. ഇനി അടുത്തൊരു ഫിനിഷിംഗ് പൗഡറാണ്. ഫിനിഷിംഗ് പൗഡർ ഞാൻ കണ്ണിൻ്റെ ഈ സാധനമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇടാറുള്ളത്. ഈ വെറ്റ് ആൻഡ് വൈൽഡ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ ഫിനിഷിംഗ് പൗഡറാണ്. നമ്മുടെ ഈ എന്താ ഇതിന് പറയണത്, സെറ്റിംഗ് പൗഡറോ അങ്ങനെ ഇത് പറയില്ലേ, അത്. എനിക്ക് പൗഡർ ഇട്ടൊരു ഫീലാണ്. കുറച്ച് നേരം ഇങ്ങനെ സെറ്റായിരിക്കുന്ന പോലെ തോന്നും. ഇത് വലിയ നിർബന്ധമൊന്നുമില്ല ഇടാമെന്ന്, മൂടുണ്ടെങ്കിൽ ഞാനിടും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ടിർട്ടിറില്ലേ, അതിട്ട് കഴിഞ്ഞിട്ട് ഇതിടേണ്ട ആവശ്യമുണ്ടോയെന്ന് എനിക്ക് കൺഫ്യൂഷനാണ്. അത് തന്നെ നല്ലൊരു മാറ്റ് ഫിനിഷ് വരുന്നുണ്ട്, കൊള്ളാം അത്. കഴുത്തിലും കൂടി ഇട്ടേക്കണം കേട്ടോ, ഞാനിപ്പോൾ ഇടുന്നില്ല. ഇനി അടുത്തത് നമുക്ക് താഴെ കണ്ണെഴുതാം. താഴെ കണ്ണെഴുതുമ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ലോറിയലിൻ്റെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ഈ അടിയിൽ മറ്റേ സ്മഡ്ജ് ലുക്ക് കൊടുക്കുന്നൊരു ബ്രഷൊക്കെ വരുന്നത്, അതാണ് സാധാരണ യൂസ് ചെയ്യാറ്. അല്ലെങ്കിൽ നമ്മുടെ ഹിമാലയൻ്റെ ഈ ഒരു കാജലും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, മൂഡനുസരിച്ച്. ഇന്നിപ്പോൾ നമുക്ക് കാജൽ യൂസ് ചെയ്യാം, അങ്ങനെ തോന്നുന്നു, കാജൽ എഴുതാൻ തോന്നുന്നു. കണ്ണെഴുതിയിട്ട് ഇഷ്ടമായോ? ഇതിൽ കൂടിപ്പോയല്ലേ വലത്തെ കണ്ണിൽ? ഓക്കെ ആയോ? രസമല്ലേ? നമുക്ക് വേണം ഭംഗിക്ക് ഈ സാധനം വെച്ചിട്ടൊന്ന് അടിയൊന്നിങ്ങനെ ഒരു സ്മോക്കി, അല്ല അതിനെന്താ പറയണേ, സ്മഡ്ജ് ലുക്കോ അങ്ങനത്തെ എന്തോ സാധനം പറയില്ലേ, അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, കുഴപ്പമില്ല. ഇനി ഫൈനലി നമ്മുടെ ചുണ്ടിലേക്ക് കിടക്കാം. ചുണ്ടിൽ ആദ്യം ചെയ്യുന്നത് ലിപ്പ് ലൈനറാണ് കേട്ടോ. അന്നബെല്ലയുടെ ഒരു ലിപ്പ് ലൈനറാണിത്. സാധാരണ ലിപ്പ് ലൈനർ എഴുതുമ്പോൾ എപ്പോഴും ഞാൻ ചിരിക്കാറുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ചിരി വരും. അല്ലെങ്കിൽ ചുണ്ട് കടന്ന് വിറയ്ക്കും. ലിപ്പ് ലൈനർ എഴുതി. ഒത്തിരി പേര് എൻ്റെ വീഡിയോൻ്റെ അടിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ആക്ച്വലി 2-3 ഷെയ്ഡ്സ് ഉണ്ട്. അതിൽ മിക്കവാറും ഞാൻ യൂസ് ചെയ്യുന്ന ഈ റെവ്ലോണിൻ്റെ
ഈ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ, സാറ്റിൻ ഇങ്ക് എന്ന് പറയുന്ന കളർ സ്റ്റേ. 5 സിൽക്കി സിയന്ന എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് 5 സിൽക്കി സിയന്ന. എന്ത് തേച്ചാലും എൻ്റെ കൈ ചെല്ലാണ്ട് എനിക്കൊരു സാധാനം ഇല്ല. ലിപ്സ്റ്റിക്ക് എത്ര കുറച്ചിട്ടാലും എനിക്ക് അവസാനം ഒരു സാധനം ചെയ്യാനൊരു സമാധാനം കിട്ടില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യേണ്ട എനിക്കൊരു സമാധാനം ഇല്ല കേട്ടോ. അല്ലേ? ഇഷ്ടമായോ? ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓൾമോസ്റ്റ് ഞാൻ മുഖത്ത് ചെയ്യുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബ്ലഷ് ഇടണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കറിയില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കോൺടോറിങ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു ടിർട്ടിറിൻ്റെ ഫൗണ്ടേഷൻ വാങ്ങിച്ചത്. എന്തായാലും സംഭവം അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഒരു കമ്മലും കൂടി ഇട്ടിട്ട് 2 ഷോ ഒക്കെ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. കമ്മൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ റിങ്സ് ഇടാമെന്ന് വിചാരിക്കുന്നു. ബ്ലാക്കിൻ്റെ കൂടെ ഗോൾഡൻ റിങ് നന്നായിട്ട് ചേരും. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായോ? ഒരാൾ താഴെ ഇരിക്കുന്നുണ്ട്, അയാളോട് ചോദിച്ചതാണ്. ഓക്കെ, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായോ നിങ്ങൾക്ക്? ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ലൊരു ദിവസം ആവട്ടെ എല്ലാവർക്കും. ടാറ്റാ ബൈ.